ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ രാവിലെ അത്ര രാവിലെ ഒന്നുമല്ല, ഒരു 10 മണി 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറി. രാവിലെ ഉണ്ടാക്കാനായി ഇന്നലെ ഞങ്ങൾ ദോശമാവൊക്കെ വാങ്ങിച്ചു വെച്ചു. പക്ഷേ കുറച്ച് പുട്ടുപൊടി ഇരിക്കുന്ന കാരണം അത് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ പുട്ടുണ്ടാക്കി. പുട്ടിൻ്റെ കൂടെ നല്ല പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കോംബോ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പുട്ടിനുള്ള പൊടിയൊക്കെ കുഴയ്ക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് തൊട്ടപ്പുറത്ത് നിന്ന് ദോശമാവ് ഒക്കെ പാത്രത്തിലാക്കി ദോശ ചൂടാൻ ആരംഭിച്ചു. ഒരു ലോങ് ലീവിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് തൊടുപുഴയിലേക്ക് വരുന്നത്. എൻ്റെ ഈ ഒരു വ്ളോഗും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. തിരിച്ച് പുട്ടിലേക്ക് വരാം. എനിക്ക് വീട്ടിൽ വെച്ച് പുട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കത്തില്ല, എനിക്കിഷ്ടമല്ല. പക്ഷേ ഇവിടെ വന്ന ദിവസം പുട്ട് തന്നെയാണ്. എന്തോ ഇവിടെ വരുമ്പോൾ പുട്ടിന് ഭയങ്കര ടേസ്റ്റുള്ള പോലെ തോന്നുന്നു. പുട്ടൊക്കെ ഉണ്ടാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ മാങ്ങ അരിയാം. അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് പുറകിരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറേ അധികം നാളായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. അങ്ങനെ പിച്ചാത്തിയൊക്കെ എടുത്തുനിന്ന് അരിയാൻ നോക്കിയപ്പോഴത്തേക്ക് പിച്ചാത്തിക്ക് മൂർച്ചയില്ല. പിന്നെ ഞാൻ അവിടെ കിടന്ന വേറെ ഏതോ ഒരു കുഞ്ഞു പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് എങ്ങനെയോ അരിഞ്ഞൊപ്പിച്ചു. എനിക്ക് നല്ല പുട്ടും പഴുത്ത മാങ്ങയും എൻ്റെ ഫ്രണ്ട് ദോശയും ചിക്കൻ നഗറ്റ്സും മയോണൈസും ഒക്കെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് നല്ല വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, പക്ഷേ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറും അടുപ്പത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്യാസിൻ്റെ നല്ല സ്മെല്ല്. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ ഗ്യാസിൻ്റെ സ്റ്റൗവിനോട് ചേർന്നുള്ള ആ പൈപ്പിൽ നിന്ന് ലീക്ക് ഉണ്ടെന്ന്. ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സമയം 3 മണിയായിരുന്നു. അരിയാണെങ്കിൽ വെന്തിട്ടുമില്ല. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് കഴിക്കാം. അങ്ങനെ റെഡിയായി ഞങ്ങൾ നേരെ ഷവർമ്മ കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങളൊരു ചെറിയ ഏറ്റം കയറിയാണ് പോകുന്നത്. ഏറ്റം കഴിഞ്ഞാൽ ടൗൺ എത്തത്തുള്ളൂ. നേരെ ഗ്രിൽ ആൻഡ് ചില്ലിലെത്തി. ഇത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാട്ടോ. കാര്യം ഷവർമ്മ കഴിക്കാനാണ് ഞങ്ങൾ വന്നത്. പക്ഷെ എന്നാലും മെനു ഒക്കെ നോക്കി എന്തൊക്കെയാണ് സ്പെഷ്യലെന്ന് നോക്കണമല്ലോ. അപ്പം തന്നെ സമയം ഏതാണ്ട് 5:15 ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായയും കൂടെ ഞങ്ങളങ്ങ് പറഞ്ഞു. അങ്ങനെ ഗ്യാസൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അടുപ്പ് വെച്ചിരുന്ന ചോറൊക്കെ റെഡിയാക്കി, മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി. പിന്നെ നല്ല കുറിച്ചി ഉണക്കമീൻ വറുത്തത്, മോരും എല്ലാം കാച്ചിയാണ് ഡിന്നർ ഞങ്ങൾ റെഡിയാക്കിയത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.